10 വർഷം മുൻപ് നമ്മുടെ സ്കൂളിലെ പൊതുസ്ഥിതി എന്തായിരുന്നു? പൊതുവിദ്യാഭ്യാസ മേഖലയിൽ എന്തൊരു ദയനീയമായ പതനമായിരുന്നു. അന്ന് 1000-ഓളം സ്കൂളുകൾ അടച്ചുപൂട്ടൽ ഭീഷണിയിലായിരുന്നല്ലോ. അങ്ങനൊരു കാലം കേരളത്തിലുണ്ടായിരുന്നല്ലോ. കുട്ടിയുടെ കയ്യിൽ സ്കൂളിൽ ചേർന്നാൽ, സ്കൂളിൽ പുതുതായി ചേരലല്ല, പ്രൊമോഷൻ കിട്ടി പുതിയ ക്ലാസ്സിലായാൽ കുട്ടി പഠിക്കേണ്ട പുസ്തകം അവസാന ടേമിൽ പോലും കിട്ടാത്ത കാലം കേരളത്തിലുണ്ടായില്ലേ? ഇത് മാറിയല്ലോ. ആ മാറ്റത്തെക്കുറിച്ച് കുട്ടികൾ അറിയണ്ടേ? വിദ്യാഭ്യാസ രംഗത്ത് മാത്രമല്ല, ഏത് രംഗമായാലും. ഇപ്പോൾ നമ്മുടെ നാടിൻ്റെ പൊതുവായ സാഹചര്യം, ഇപ്പോഴല്ല പണ്ടേ കേരളം വളരെ പ്രകൃതിസുന്ദരമായ സ്ഥലമാണ്. ആരും കാണാൻ കൊതിക്കുന്ന, കണ്ടാൽ വീണ്ടും വീണ്ടും കാണാൻ ആഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് വിളിപ്പേരുള്ള നമ്മുടെ കേരളം. പക്ഷേ കുറച്ച് മുൻപുള്ള അവസ്ഥ, കേരളത്തിലെ പല വഴികളിൽ നമ്മൾ പോകുമ്പോൾ അറിയാതെ മൂക്കിങ്ങനെ പിടിച്ചു പോകും. കാരണം ദുർഗന്ധം, മാലിന്യം വഴിയിൽ, ചിലയിടത്ത് മാലിന്യ കൂമ്പാരം, വല്ലാതെ അവസ്ഥ. നമ്മൾ വ്യക്തിപരമായി വലിയ വൃത്തിബോധമുള്ളവരാണ്. മിക്കവാറും ആൾ 2 നേരം കുളിക്കുന്നവരാണ്. പക്ഷേ പൊതുവായി ചെയ്തിരുന്ന കാര്യം, വീട്ടിലെ മാലിന്യം ചെറിയ ബാഗിലാക്കി വഴിക്ക് എവിടെയെങ്കിലും ഇടുക, അല്ലെങ്കിൽ ആരാൻ്റെ പറമ്പിലേക്ക് വലിച്ചെറിയുക. ഇങ്ങനെയൊക്കെ ഒരു രീതി, സംസ്കാരം നമ്മുടെ നാട്ടിലുണ്ടായിരുന്നല്ലോ. അത് പൂർണ്ണമായി മാറ്റുന്നതിനാണല്ലോ ഹരിത കേരള മിഷൻ പ്രവർത്തനം ആരംഭിച്ചത്. ആ പ്രവർത്തനത്തിലൂടെ വന്ന മാറ്റം കുട്ടികളിൽ നിന്ന് അനുഭവിക്കുകയാണല്ലോ. ഇപ്പോൾ നാട്ടിലാകെ മാലിന്യം അധികം ഇല്ലല്ലോ.